ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ JSP-നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. JSP സ്റ്റാൻഡ്സ് ഫോർ ജാവ സെർവർ പേജസ്. ഇതെന്ന് പറയുന്നത് ഒരു സെർവർ സൈഡ് ടെക്നോളജിയാണ്. ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് JSP യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഡൈനാമിക് വെബ് പേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ JSP യൂസ് ചെയ്തുകൊണ്ട്? ബൈ എംബഡിങ് ജാവ കോഡ് ഇൻ ടു HTML. HTML ജാവ കോഡ് എംബഡ് ചെയ്യാനായിട്ടാണ് ആക്ച്വലി JSP നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ എംബഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് സെർവ്ലെറ്റ് ബേസ്ഡ് വെബ് ഡെവലപ്മെന്റ് സിംപ്ലിഫൈ ചെയ്യാനാണ് JSP മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Please do remember that JSP ഫയൽസ് നമ്മൾ സേവ് ചെയ്യുന്നത് .JSP എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. JSP എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഇന്റേണലി കമ്പൈൽഡ് ടു സെർവ്ലെറ്റ്. ഇന്റേണലി സെർവ്ലെറ്റ് ആയിട്ട് കമ്പൈൽഡ് ആയിരിക്കും ഈ JSP എന്ന് പറയുന്നത്. അതായത് HTML പ്ലസ് ജാവ ഇന്റഗ്രേഷൻ ഇത് എന്ത് ചെയ്യും? എനേബിൾ ചെയ്യാണ് ചെയ്യുന്നത്. Now let's go through few previous year questions. നമുക്കിത് കാണുമ്പോൾ വളരെ സില്ലി ആയിട്ട് തോന്നും, ബട്ട് ഈ ക്വസ്റ്റ്യൻസ് ആക്ച്വലി കേരള PSCയുടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, so the first question is JSP is primarily used for creating static pages ആണോ? അല്ല. applets ആണോ? അല്ല. dynamic web pages. That's the right answer. Compilers എന്ന് പറഞ്ഞ ഒരു റാൻഡം ഓപ്ഷൻ തന്നിട്ടുണ്ട്. That's not the answer. So the right answer is option C, dynamic web pages. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഇത് JSP dynamic web pages ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. Then which technology is JSP built on? HTML ആണോ? അല്ല. ജാവ ബീൻസ് ആണോ? അല്ല. സെർവ്ലെറ്റ് ആണോ? എക്സാക്ട്ലി. നമ്മളിപ്പോ തന്നെ പറഞ്ഞില്ലേ JSP ഈസ് ഇന്റേണലി compiled to servlet. അത് മാത്രമല്ല it simplifies a servlet based web development. So we can say that JSP is built on servlet. So option C is the right answer. Some random option is given here as option D, JDBC. Okay, so servlet ആണ് right answer. Third question നോക്കൂ. JSP files are compiled into, of course option C, servlets. നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് JSPയുടെ കുറച്ച് കീ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൈനാമിക് വെബ് കണ്ടന്റ്. അതായത് ജാവ കോഡ് HTML-നകത്ത് എംബഡ് ചെയ്യുന്നത് വഴിയാണ് ഡൈനാമിക് വെബ് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ടാഗ് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ആണ്. ടാഗ് ബേസ്ഡ് പ്രോഗ്രാമിങ്ങിനെ JSP സപ്പോർട്ട് ചെയ്യും. അതായത് JSP യൂസസ് സ്പെഷ്യൽ ടാഗ്സ് ലൈക്ക് ആംഗുലർ ബ്രാക്കറ്റ്സിനകത്ത് എന്ത് ചെയ്യും? ഇങ്ങനെയാണ് നമ്മൾ ടാഗ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ്സ് ആണ്. ദെൻ ഫോർ ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് ഈക്വൽ ടു, ദെൻ പെർസെൻറ്റേജ്, ആംഗുലർ ബ്രാക്കറ്റ് ക്രോസ് ചെയ്യുക. ഇത് ഔട്ട്പുട്ട് എക്സ്പ്രഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ വി ഹാവ് സം ടാഗ്സ് ഫോർ ഡയറക്റ്റീവ്സ് ലൈക്ക് ആംഗുലർ ബ്രാക്കറ്റ്സിനകത്ത് പെർസെൻറ്റേജ്, അറ്റ് ദ റേറ്റ്, ദെൻ പെർസെൻറ്റേജ് ക്ലോസ് ആംഗുലർ ബ്രാക്കറ്റ്. അതായത് പേജ് എൻകോഡിങ് സെറ്റ് ചെയ്യുക, പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പർപ്പസസിന്, അതായത് ഡയറക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ടാഗ്സ് യൂസ് ചെയ്യുന്നത്. സോ JSP enables a tag based programming. Then built-in objects, that's the third feature. അതായത് JSP provides several implicit objects such as request. ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് this handles HTTP request data. ദെൻ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. HTTP റെസ്പോൺസസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സെഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. യൂസർ സെഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഔട്ട് എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ക്ലയന്റിന് ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യാണ് ഈ ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ചെയ്യുന്നത്. ദെൻ ദർ ഈസ് ആപ്ലിക്കേഷൻ.
അതായത് അക്രോസ് ദ ഹോൾ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, ഷെയർ ചെയ്യുന്ന ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് ഈ ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽറ്റ് ഇൻ ഒബ്ജക്ട്സ് JSP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ റീയൂസബിലിറ്റി, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ജാവ ബീൻസ് ലോജിക്ക് എൻകാപ്സുലേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അക്രോസ് പേജസ് യൂസ് ചെയ്യുന്നതിനും റീയൂസ് ചെയ്യുന്നതിനും സാധിക്കും. അതുപോലെ തന്നെ കസ്റ്റം ടാഗ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് സാധ്യമാവുന്നത് JSTL വഴിയാണ്. JSTL എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ JSP സ്റ്റാൻഡേർഡ് ടാഗ് ലൈബ്രറി. ഇതുവഴി നമുക്ക് കസ്റ്റം ടാഗ്സ് സപ്പോർട്ട് ചെയ്യും. സോ ഇതെന്ന് പറയുന്നത്, ഇത് രണ്ടും ആക്ച്വലി എന്താ ചെയ്യുന്നത്, ക്ലീനർ റീയൂസബിൾ കോഡ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓട്ടോ കൺവേർഷൻ. എല്ലാ JSP ഫയലും ഓട്ടോമാറ്റിക്കലി സെർവ്ലെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് എപ്പോഴാണ് കൺവേർട്ട് ആവുക, റൺ ടൈമിലായിരിക്കും കൺവേർട്ട് ആവുന്നുണ്ടായിരിക്കുക. ഇത് .JSP ഫയൽസ് കേട്ടോ. ദിസ് വിൽ ബി ഓട്ടോമാറ്റിക്കലി കൺവേർട്ടഡ് ഇൻ ടു എ സെർവ്ലെറ്റ് ബൈ ദ സെർവർ അറ്റ് റൺ ടൈം. ഓക്കെ, ഈ സെർവ്ലെറ്റ് ആയിരിക്കും ലോജിക് ഹാൻഡിൽ ചെയ്യുന്നതും ബൈറ്റ് കോഡ് കമ്പൈൽ ചെയ്യുന്നതും സെർവറിൽ റൺ ചെയ്യുന്നതും. ഓക്കെ, അതാണ് ഓട്ടോ കൺവേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു പോർഷനിൽ വരാനായിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൽ കേരള PSC ചോദിച്ചിട്ടുള്ള ഈ ഒരു പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബിൽറ്റ് ഇൻ ഒബ്ജക്റ്റ് ഇൻ JSP? സ്കാനർ ആണോ? അല്ല. റൈറ്റർ ആണോ? അല്ല. സെഷൻ. ത്രെഡ് അല്ലേ? അല്ല. ഓക്കെ, സെഷൻ നമ്മളിപ്പോ തന്നെ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. നൗ which tag in JSP is used to output a value directly to the browser? ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പറയാൻ പറ്റുമോ? ഇതാണ്. ഇങ്ങനെ ഒരു ടാഗ് ഇല്ല, ഇതുണ്ട് അല്ലേ. ദെൻ ഇതുണ്ട്. ദെൻ ഇങ്ങനൊരു ടാഗ് ഉണ്ടോ? ഇല്ല, ഇതും ഇല്ല. ഈ രണ്ട് ടാഗ്സ് വാലിഡ് ആണ്. ബട്ട് നമുക്കൊരു വാല്യൂ ഡയറക്ട്ലി ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി അല്ലേ റൈറ്റ് ആൻസർ വരുന്നത്? യെസ്, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സി ഇതില് ലെറ്റ് മീ ടെൽ യു, ഫസ്റ്റ് ടാഗ് ഇസ് വാലിഡ്. വി ക്യാൻ യൂസ് ദിസ് ഫോർ ഡിക്ലെയറിംഗ് മെത്തേഡ്സ് ഓർ വേരിയബിൾസ്. ഓക്കെ, പ്ലീസ് ഡു നോട്ട് ദാറ്റ്. ഇത് വാലിഡ് ആണ്, ഇത് വാലിഡ് ആണ്, ഇത് ഇല്ല. ഇതിന് മുന്നേ പെർസെൻറ്റേജ് വരണം അല്ലെ, എങ്കിൽ മാത്രമേ വാലിഡ് ആവുള്ളൂ നമുക്ക് ഡയറക്റ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് ചെക്ക് ഫ്യൂ JSP എലമെന്റ്സ് ആൻഡ് ദെയർ സിൻടാക്സ്. നമുക്ക് സ്ക്രിപ്റ്റ്ലെറ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു സിൻടാക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടാഗ് ബേസ്ഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സ്ക്രിപ്റ്റ്ലെറ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ആംഗുലാർ ബ്രാക്കറ്റ്സിനകത്ത് പെർസെൻറ്റേജ് ഇടുക, അതിനകത്ത് നമുക്ക് ജാവ കോഡ് കൊടുക്കാം. ജാവ ലോജിക്ക് എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ എക്സ്പ്രഷൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അതായത് ഔട്ട്പുട്ട്സ് റിസൾട്ട് ആണ് ഇത് ചെയ്യുന്നത്. റിസൾട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സിൻടാക്സ് കണ്ടില്ലേ, പെർസെൻറ്റേജ് ഈക്വൽ ടു എക്സ്പ്രഷൻ എന്താ വെച്ചാൽ അത് കൊടുക്കുക. ദെൻ ഡയറക്റ്റീവ് ഇൻക്ലൂഡ് ചെയ്യാൻ, അതായത് പേജ് ലെവൽ സെറ്റിംഗ്സിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ്, @, അതിന് മുൻപ് എന്തുണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, എൻഡ് ചെയ്യുന്ന പെർസെൻറ്റേജ്, ദെൻ ക്ലോസിംഗ് ടാഗ്, ഡയറക്റ്റീവ് ആട്രിബ്യൂട്ട് ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പേജ് ലെവൽ സെറ്റിംഗ്സ് ചെയ്യുന്നത്. നമുക്ക് മെത്തേഡ് അല്ലെങ്കിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് നമ്മളിപ്പോ തന്നെ പറഞ്ഞില്ലായിരുന്നു, എക്സ്ക്ലമേഷൻ വരുന്നത് വാലിഡ് ആണ് എന്നുള്ളത്. ഇവിടുത്തെ ഈ ഓപ്ഷൻ എ എന്നുള്ളത് ആക്ച്വലി വാലിഡ് ആണ്. പക്ഷെ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഒബ്വിയസ്ലി ഓപ്ഷൻ സി തന്നെയാണ്. അതായത് നമുക്കൊരു വാല്യൂ ഡയറക്ട്ലി ഔട്ട്പുട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ടാഗ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഡിക്ലറേഷൻ നമ്മൾ കണ്ടു. ദെൻ നെക്സ്റ്റ് കമന്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കി വെച്ചേക്കണേ. അതായത് പെർസെൻറ്റേജ് ഡബിൾ ഡാഷ് ഇടുന്നു, കമന്റ് എന്താണെങ്കിൽ അത് കൊടുക്കുന്നു, ഡബിൾ ഡാഷ് പെർസെൻറ്റേജ് ആംഗുലാർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കമന്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പ്രീവിയസ് ഇയറിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നൗ ലെറ്റ്സ് ചെക്ക് ദ
sample questions. Which tag is used to embed Java code in HTML in JSP? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇതല്ലേ, ഓപ്ഷൻ ബി അല്ലേ റൈറ്റ് ആൻസർ വരുന്നത്? എക്സാക്ട്ലി. ജസ്റ്റ് പെർസെൻറ്റേജ് കൊടുത്താൽ മതി ആംഗുലാർ ബ്രാക്കറ്റ്സിനകത്ത്, അതിൻ്റെ ഇടയിൽ നമുക്ക് കോഡ് എംബഡ് ചെയ്യാനായിട്ട് സാധിക്കും. Now, which directive is used for importing? Packages import ചെയ്യാനായിട്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. സി, പേജ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പേജ് ഇമ്പോർട്ട് ഈക്വൽ ടു എന്ന് കൊടുക്കണം. ഓക്കെ, സിംപ്ലി ഇമ്പോർട്ട് കൊടുത്താൽ പോരാ, @ തന്നെയാണ് വരുന്നത്. പേജ് ഇമ്പോർട്ട് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഏതാണ് ആ പേജ് എങ്കിൽ അത് പറയണം. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Now, which of the following is not a JSP element? JSP element അല്ലാത്ത ഏത്? ഡിക്ലറേഷൻ, ഡയറക്റ്റീവ്, എക്സ്പ്രഷൻ, ഫംഗ്ഷൻ. നമ്മൾ JSP എലമെന്റ്സ് ഇവിടെ കണ്ടിരുന്നു. ഏതൊക്കെയാണ്? സ്ക്രിപ്റ്റ്ലെറ്റ്, എക്സ്പ്രഷൻ, ഡയറക്റ്റീവ്, ഡിക്ലറേഷൻ, കമന്റ്. ഇതിൽ പെടാത്തത് ഏതാണ്? ഫംഗ്ഷൻ അല്ലേ? സോ ദാറ്റ്സ് എ റൈറ്റ് ആൻസർ, ഓപ്ഷൻ ഡി. നോട്ട് എ JSP എലമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് എ JSP എലമെന്റ് ഏതാണ്? ഫംഗ്ഷൻ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് ചെക്ക് എൻ എക്സാമ്പിൾ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? @ പേജ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡയറക്റ്റീവ് ആണ്, പേജ് ലെവൽ സെറ്റിംഗ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് ജാവ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കണ്ടന്റ് ടൈപ്പ് ടെക്സ്റ്റ് ഓർ HTML ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. HTML കോഡ് എഴുതിയിരിക്കുകയാണ്, HTML ബോഡി. ദെൻ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്ക്രിപ്റ്റ്ലെറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് A ഈക്വൽ ടു 10 ആക്കിയിട്ടു, B ഈക്വൽ ടു 10 ആക്കിയിട്ടു. ദെൻ എന്താ ചെയ്തിരിക്കുന്നത്? പാരഗ്രാഫിനകത്ത് സം, ദെൻ സ്ക്രിപ്റ്റ്ലെറ്റ് അഗെയിൻ ജാവ കോഡ് ചെയ്തിരിക്കുകയാണ്. സം ഈക്വൽ ടു ഒരു വാല്യൂ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാരണം ഈക്വൽ ടു ഇട്ടിരിക്കുന്നത് കണ്ടോ, എക്സ്പ്രഷൻ കൊടുത്തിരിക്കുകയാണ്. ദെൻ A + B 10 + 20 ചെയ്യണം അല്ലെ? സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എനിക്ക് സ്ക്രീനിൽ എങ്ങനെ കാണാം? ശരിക്കും പറഞ്ഞിട്ട് വെച്ചാല് സം 30 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. ഓക്കെ, ആ ഒരു പ്രോഗ്രാമിന്റെ സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ്ലെറ്റ് ആൻഡ് എക്സ്പ്രഷൻ, അതിന്റെ JSP എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ് സീ വൺ എക്സാമ്പിൾ. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് നമുക്ക്. A + B ഫേസ് ഈക്വൽ ടു 10 ആൻഡ് B is equal to 20. Obviously option C is the right answer, which results 30. നമ്മൾ കോഡ് നേരത്തെ കണ്ടതാണ്. ഓക്കെ, now let's discuss about JSP life cycle. So ആദ്യം തന്നെ ട്രാൻസ്ലേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത്. JSP സെർവ്ലെറ്റ് ആയിട്ട് ഓട്ടോ കൺവേർട്ട് ചെയ്തോളും, ഓട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്തോളും. ദെൻ കമ്പൈലേഷൻ ആണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. അതായത് സെർവ്ലെറ്റിനെ ബൈറ്റ് കോഡ് ആക്കിയിട്ട് മാറ്റും. ദെൻ അതിനെ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് JSP init എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ്? റിക്വസ്റ്റ് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് JSP സർവീസ് എന്ന് പറയുന്ന മെത്തേഡ്. ദെൻ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പാണ് JSP ഡിസ്ട്രോയ് എന്ന മെത്തേഡ് ഇൻവോക്ക് ചെയ്ത് അതിനെ ഡിസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചേക്കണേ. Now let's see few sample questions. First question, which method is used to handle client request in JSP? JSP ക്കകത്ത് client request handle ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? റിക്വസ്റ്റ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് JSP സർവീസ് എന്ന് പറയുന്ന മെത്തേഡാണ് അല്ലെ? സോ സർവീസ് അല്ല, JSP സർവീസ്. ഓപ്ഷൻ ബി അല്ലേ റൈറ്റ് ആൻസർ വരുന്നത്? ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇനിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നൗ വിച്ച് മെത്തേഡ് ഈസ് കോൾഡ് ബിഫോർ എ JSP ഈസ് റിമൂവ്ഡ് ഫ്രം മെമ്മറി? JSP മെമ്മറിന്ന് റിമൂവ് ചെയ്യുന്നതിന് മുൻപ് ഏത് മെത്തേഡാണ് ഇൻവോക്ക് ചെയ്യുന്നത്? ഡിസ്ട്രോയ് മെത്തേഡ് അല്ലേ? അത് വെറും ഡിസ്ട്രോയ് എന്നല്ല. അതിന്റെ സിന്റാക്സ് നോക്കൂ, JSP ഡിസ്ട്രോയ്. ഈ ലൈഫ് സൈക്കിളിനകത്ത് നമ്മൾ പഠിച്ചു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അത് വരുന്നത് ഏതിലാണ്? ഓപ്ഷൻ ബിക്ക് അകത്താണ് JSP ഡിസ്ട്രോയ് എന്ന് പറഞ്ഞത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഇനി നമുക്ക് ജാവ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് ഇൻ JSP നോക്കാവേ. ജാവ ക്ലാസ്സസ് JSPക്ക് അകത്ത് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ് ആണ് JSP use bean എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്ലാസ്സസ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക വെബ്
INF, വെബ് INFനകത്ത് ക്ലാസ്സസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും കേട്ടോ. ജാവ ക്ലാസ്സസിന്റെ കാര്യമാണ് പറയുന്നത്. ജാവ ക്ലാസ്സസ് എവിടെയാണ് പ്രസന്റ് ആയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ജാവ ക്ലാസ്സസ് ക്യാൻ ബി ആക്സസ്ഡ് ഇൻ JSP യൂസിങ് JSP യൂസ് ബീൻ. ഈ ഒരു ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ഈ ക്ലാസ്സസ് എല്ലാം യൂഷ്വലി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക വെബ് INFല് ക്ലാസ്സസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും. Now let's see an example. Java class തന്നിട്ടുണ്ട്. പബ്ലിക് ക്ലാസ് കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. അതിനകത്ത് പബ്ലിക് ഇൻറ്റ് ആഡ് ഓഫ് ഇൻഡെക്സ് ഇൻറ്റ് വൈ റിട്ടേൺ എക്സ് പ്ലസ് വൈ സം ചെയ്യാനുള്ള ആഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. സം ചെയ്തിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും ഇതിനകത്ത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി JSP കോഡ് നോക്കിക്കോളൂ. JSP യൂസ് ബീൻ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജാവ ക്ലാസ്സസ് JSPക്കകത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കാൽക്ക് എന്ന് പറഞ്ഞ്. ക്ലാസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റർ ആണ്, ഈ കാൽക്കുലേറ്റർ കേട്ടോ, മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ സ്കോപ്പ് ഇസ് ഈക്വൽ ടു പേജ്. ഈ പേജിനകത്താണ് അതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിരിക്കുകയാണ്. കാൽക്ക് ഡോട്ട് ആഡ്. കാൽക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ID. ഡോട്ട് ആഡ് ഓഫ് 5,10. 5ഉം 10ഉം ആണ് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായി. നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് 15 എന്ന വാല്യൂ റിട്ടേൺ ചെയ്ത് വരണം. ഓക്കെ, അതാണ് ഇതിന് ഒരു സാമ്പിൾ കോഡാണ് എഴുതിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള. Now let's check one sample question. Which tag is used to include Java beans in JSP? JSPക്കകത്ത് Java beans include ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് JSP use bean, which is option B. ഇതല്ലേ റൈറ്റ് ആൻസർ? യെസ്, എക്സാക്ട്ലി. ഇനി നമുക്ക് JSPയും സെർവ്ലെറ്റും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആദ്യം ഇതിന്റെ സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാം. JSP എന്ന് പറയുന്നത് ദിസ് വിൽ ബി HTML പ്ലസ് ജാവ, സെർവ്ലെറ്റ് വിൽ ബി പ്യുവർ ജാവ. കമ്പൈലേഷൻ JSP will be compiled into എന്തായിരിക്കും? സെർവ്ലെറ്റ്. ഓട്ടോ ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഓട്ടോമാറ്റിക്കലി കമ്പൈൽഡ് ഇൻ ടു സെർവ്ലെറ്റ്. ആൻഡ് സെർവ്ലെറ്റ് എന്ന് പറയുമ്പോൾ കമ്പൈൽഡ് ജാവ ക്ലാസ് ആണ്. ആൻഡ് JSP സെർവ്ലെറ്റ് ഈസ് ഈസിയർ ടു മാനേജ്. പക്ഷെ സെർവ്ലെറ്റിനെ സംബന്ധിച്ചിടത്തോളം ലേ ഔട്ട് നോക്കുകയാണെങ്കിൽ കോഡ് ഈസ് ഹെവി. ഓക്കെ, now let's check one sample question. Which of the following is true for JSP compared to servlet? JSP is harder to maintain. False. Servlet has visual layout. False. JSP is easier for layout and design. Of course, yes. Servlet use HTML templates. No. So, right answer is option C. അല്ലേ? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതാണ് ഇതിനെക്കുറിച്ച്. Now let's discuss about database connectivity in JSP. ഇതിനകത്ത് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ java.sql.star ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. അതാണ് ഈ ഒരു ലൈനിൽ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തിനു വേണ്ടിയിട്ട്? JSPക്കകത്ത് ഡേറ്റാബേസ് കണക്ടിവിറ്റി എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ കണക്ട് യൂസിങ് ഡ്രൈവർ മാനേജർ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതെങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കൂ. കണക്ഷൻ, അതിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ ഓഫ് JDBC MySQL ലോക്കൽ ഹോസ്റ്റ് /ലോക്കൽ ഹോസ്റ്റ് /ഡേറ്റാബേസ്. യൂസറും യൂസർ നെയിം പാസ്വേഡും സ്പെസിഫൈ ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തേർഡ് സ്റ്റെപ്പ് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു കണക്ഷൻ ഒബ്ജക്ട് ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പില് ക്വറി എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത്. ആ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എന്താ ചെയ്തിരിക്കുന്നത് നോക്കൂ. റിസൾട്ട് സെറ്റ് RS is equal to സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ക്വറി സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ്. എക്സിക്യൂട്ട് ക്വറി, അതായത് സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്ട് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി പറഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് നമ്മൾ ക്വറി പാസ് ചെയ്ത് കൊടുത്തു. ആ റിസൾട്ട് സെറ്റിനകത്ത് കിടക്കുന്നുണ്ടായിരിക്കും. അതിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് RS എന്ന് പറഞ്ഞ്. RS ഡോട്ട് നെക്സ്റ്റ് അത് നള്ളാവുന്നേ വരെ ഈ ഒരു വൈൽ ലൂപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും, എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് പറയുന്നത്. എന്ത്, RS ഡോട്ട് ഗെറ്റ് സ്ട്രിംഗ് ഓഫ് നെയിം. സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നുള്ള നെയിം എന്ന് പറയുന്ന കോളം എന്ത് വാല്യൂ ആണ് ഹോൾഡ് ചെയ്യുന്നത്, അതെന്ത് ചെയ്യും, റോ ബൈ റോ ആയിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഡിസ്പ്ലേ റിസൾട്ട് എന്ന് പറയുന്നതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പോ എങ്ങനെയാണ് JSPക്കകത്ത് ഡേറ്റാബേസ് കണക്ടിവിറ്റി കൊണ്ടുവരുന്നതെന്നും ഒരു ഓവർവ്യൂ കിട്ടിയല്ലോ. നൗ ലെറ്റ്സ് ചെക്ക് ഫ്യൂ സാമ്പിൾ ക്വസ്റ്റ്യൻസ്, നോട്ട് ഫ്യൂ, വൺ സാമ്പിൾ ക്വസ്റ്റ്യൻ ഈസ് ദേർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഇമ്പോർട്ട് ഈസ് റിക്വയർഡ് ടു കണക്ട് ടു ഡേറ്റാബേസസ് ഇൻ JSP. സിമ്പിൾ ആണ് അല്ലെ. java.io.star അല്ല, javax.db.star അല്ല, java.sql.star അല്ലേ? യെസ്, എക്സാക്ട്ലി, ദിസ് ഇസ് ദ വൺ, JSP.db.star ഇതല്ല. ഇനി നമുക്ക് JSPക്കകത്ത് എങ്ങനെയാണ് ഫോംസ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഒരു എക്സാമ്പിൾ ആണ്, സിമ്പിൾ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. HTML കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോം ടാഗ് യൂസ് ചെയ്ത് ആക്ഷൻ ഇസ് ഈക്വൽ ടു ലോഗിൻ ഡോട്ട് JSP എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ JSP ഫയല്. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് യൂസർ നെയിം ആണ്. ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു പാസ്വേഡ്, നെയിം ഇസ് ഈക്വൽ ടു പാസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. ഫോം ക്ലോസ് ചെയ്തു. സിമ്പിൾ ആണ്. ഒരു ടെക്സ്റ്റ് ബോക്സ് കാണും യൂസർ നെയിം എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു ഫീൽഡ് കാണും. ദെൻ ഒരു സബ്മിറ്റ് ബട്ടൺ കാണും അല്ലെ. ഇത്രയേ ഉള്ളൂ ഈ ഫോമിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. ഇനി ഇതിനകത്ത് JSPക്കകത്ത് കൊടുത്തിരിക്കുന്ന കോഡ് നോക്കൂ. സ്ട്രിങ് യൂസർ നെയിം ഇസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് പാരാമീറ്റർ ഓഫ് യുനെയിം. യുനെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് അല്ലെ, ഫസ്റ്റത്തെ ടെക്സ്റ്റ് ബോക്സിന്റെ നെയിം ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ അതിനകത്ത് എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതെന്ത് ചെയ്യണം, യുനെയിം എന്ന് പറയുന്ന സ്ട്രിംഗ് വേരിയബിളിലോട്ട് അസൈൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ വെൽക്കം യുനെയിം. ആ എൻ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിം എന്താണോ, ലൈക്ക് അനു എന്നാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ വെൽക്കം അനു എന്ന് എന്ത് ചെയ്യുമ്പോൾ നടക്കണം, ഈ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഓക്കെ, ഒരു സാമ്പിൾ കോഡാണ് നമ്മൾ ഇവിടെ കണ്ടത്. Now let's check one previous year question. Which method retrieves form data in JSP? ഏതായിരുന്നു ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്? റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് പാരാമീറ്റർ എന്ന് പറയുന്ന മെത്തേഡ് അല്ലെ. നോക്കൂ, അത് എത്രാമത്തെ ഓപ്ഷൻ ആണ് വരുന്നത്? ഗെറ്റ് വാല്യൂ ഉണ്ട്, ഗെറ്റ് ഫീൽഡ് ഉണ്ട്, ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഗെറ്റ് പാരാമീറ്റർ. ഈ ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, JSPക്കകത്ത് ഫോം ഡേറ്റ റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് പാരാമീറ്റർ. ഓക്കെ, ഇനി JSPക്കകത്ത് എങ്ങനെയാണ് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. രണ്ട് ബിൽറ്റ് ഇൻ ഒബ്ജക്ട്സ് ആണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. ഒന്ന് സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതെന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ദിസ് ഈസ് യൂസ് ടു റീറ്റെയിൻ ഡേറ്റ അക്രോസ് റിക്വസ്റ്റ് ആൻഡ് ദർ ഈസ് അനദർ ഒബ്ജക്ട് കോൾഡ് റിക്വസ്റ്റ്. സിംഗിൾ റിക്വസ്റ്റ് ആണെങ്കിൽ ഇതായിരിക്കും വാലിഡ്. ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഒബ്ജക്റ്റ് ആയിരിക്കും വാലിഡ് ആയിരിക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെഷൻ എന്തിനാ യൂസ് ചെയ്യണേ? റീറ്റെയിൻസ് ഡേറ്റ അക്രോസ് റിക്വസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെഷൻ ഡോട്ട് സെറ്റ് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. യൂസർ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ അഡ്മിൻ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ദെൻ സി ദിസ് JSP കോഡ്. വേറൊരു JSP കോഡ് ഒരു സ്ക്രിപ്റ്റിലിട്ട് എഴുതിയിരിക്കുന്ന കണ്ടോ. സ്ട്രിംഗ് യൂസർ എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അവിടോട്ട് എന്ത് ചെയ്യാണ്, സെഷൻ ഡോട്ട് ഗെറ്റ് ആട്രിബ്യൂട്ട് ഓഫ് യൂസർ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്, ഫെച്ച് ചെയ്ത് സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് യൂസർ എന്ന് പറയുന്ന വേരിയബിളിൽ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് വെൽക്കം ആ യൂസർ എന്നും പറഞ്ഞ ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായി. നൗ ലെറ്റ്സ് ചെക്ക് ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഒബ്ജക്ട് ഈസ് യൂസ് ടു മാനേജ് സെഷൻ ഡേറ്റ ഇൻ JSP? JSPക്കകത്ത് സെഷൻ ഡേറ്റ മാനേജ് ചെയ്യാൻ വേണ്ടി ഏത് ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്?
നമുക്ക് ആൻസർ അറിയാം. സെഷൻ എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഒബ്ജക്റ്റ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. വിച്ച് മെത്തേഡ് റിട്രീവ്സ് സെഷൻ ആട്രിബ്യൂട്ട് ഇൻ JSP? JSPക്കകത്ത് സെഷൻ ആട്രിബ്യൂട്ട് റിട്രീവ് ചെയ്യുന്നത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? ഏത് മെത്തേഡ് ആയിരുന്നു? ഗെറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന മെത്തേഡ് അല്ലേ നമ്മൾ യൂസ് ചെയ്തിരുന്നത്? അത് ഇതിനകത്ത് എത്രാമത്തെ ഓപ്ഷൻ ആണ്? നോക്കൂ, ഓപ്ഷൻ ബിക്കകത്ത് സെഷൻ ഡോട്ട് ഗെറ്റ് ആട്രിബ്യൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. JSPനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ MCQ എക്സ്പ്ലനേഷൻ ഡോക്യുമെന്റ് നല്ല രീതിയിൽ തന്നെ വായിച്ചു നോക്കണം. അപ്പൊ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക്, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.